ഗൈസ് അങ്ങനെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തൃശ്ശൂർ ടൗണിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഒരു കൂട്ടുകാരൻ വിളിക്കുകയാണ്. ഒരു റൊണാൾഡോ ചിത്രം എന്ന് നീ പടം കണ്ടോ, കണ്ടില്ലേ നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നിങ്ങൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ കൂട്ടിമുട്ടുന്ന പടത്തിന് കയറുന്നു. പടം കണ്ട് ഇറങ്ങി വളരെ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയൊരു പടമാണ്. നമ്മൾ ചോറ് ആഗ്രഹിച്ച് പോയിട്ട് നല്ല മലബാർ ദം ബിരിയാണി കഴിച്ചൊരു ഫീലില്ല. കിഡു ഒക്കെ പുതിയ ടീമാണ്. അതിലിപ്പോൾ ആ കൂടെ അശ്വിൻ, അതുപോലെ തന്നെ സുനിൽ സുഗത, ലാല് ഗസ്റ്റ് റോൾ അപ്പിയറൻസ് എന്നൊക്കെ പറയും, 5 മിനിറ്റിൽ വന്ന് പോകുന്നു. അതുപോലെ ഇന്ദ്രൻസ് കിഡ് പെർഫോമൻസ് അല്ല. അശ്വിൻ എൻ്റെ അച്ഛനമ്മയെ അഭിനയിക്കുന്നൊക്കെ ഒരുപാട് പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ കുറേ കാസ്റ്റിംഗ് ആണ്, പിന്നെ ഒക്കെ പുതുമുഖങ്ങളാണ്. അവരൊക്കെ ഗംഭീരമായിട്ട് ചെയ്തേക്കാണ്. അതുപോലെ പടത്തിൽ എസ്പെഷ്യലി ക്യാമറ, BGM, മ്യൂസിക് ഒക്കെ ചെയ്തുള്ള കിഡുമാണ്. സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഇമോഷണലി നല്ല രീതിയിൽ പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പടം എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്ര പ്രതീക്ഷിച്ച് പോയിട്ടുള്ളൂ. പക്ഷെ ഗംഭീര സംഭവമാണ്. പ്രത്യേകിച്ച് 2 മണിക്കൂർ 44 മിനിറ്റുള്ള പടം കൂടി ആലോചിക്കണം. ഒക്കെ പുതുമുഖങ്ങളാണ്. പറഞ്ഞു വന്നത് ഒരു റൊണാൾഡോ ചിത്രം എന്ന പടത്തിനെ കുറിച്ചാണ്. അശ്വിൻ ജോസ് നായകനായിട്ട് അഭിനയിക്കുന്ന പടം. പടത്തിലെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഷോർട്ട് ഫിലിമൊക്കെ ആൾക്കൊരു ഫിലിം ഡയറക്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 10ഓളം ഷോർട്ട് ഫിലിമൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അതിൽ ഇന്ദ്രൻസ് ആണ് ആ പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ, അനൗൺസ് ചെയ്യാണ്. ഇതിൽ 3 ഷോർട്ട് ഫിലിം ഞാൻ സെലക്ട് ചെയ്യും, ഇവിടെ അവതരിപ്പിക്കും 10ന്ന്. അതിൽ ഒരു ഓഡിയൻസ് സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റ് കിട്ടുന്ന ആളുകൾക്ക് പടം അവരെ വെച്ചിട്ട് ഞാൻ പടം പ്രൊഡ്യൂസ് ചെയ്യും. ഡയറക്ടർ ആഗ്രഹിച്ച് നടക്കുന്ന അശ്വിൻ ജോസാണ് ഈ പടത്തിലെ നായകൻ. അങ്ങനെ ആ പടത്തിലെ ആൾ വിൻ ചെയ്യുന്നില്ല. ഒരു ലേഡീസ് ടീമാണ് വിൻ ചെയ്യുന്നത്. അതൊരു ഷോർട്ട് ഫിലിം, ഒരു കാലില്ലാത്തൊരു കുഞ്ഞിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഇമോഷണലി കിക്ക് ചെയ്യുന്നൊരു ഷോർട്ട് ഫിലിമാണ്. രണ്ടാമത് ഒരു വസൂരി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം, അത് ഇവൻ്റെ ഷോർട്ട് ഫിലിം ആയിട്ട്. പിന്നെ ലേഡീസ് ആയിട്ട് ടീമിൻ്റെ ഷോർട്ട് ഫിലിം. അതൊക്കെ ഭയങ്കര രസമായിട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ട് എടുത്തുള്ള ഷോർട്ട് ഫിലിമാണ്. അത് എടുത്തു പറയണം. എനിക്ക് കിട്ടില്ല. പക്ഷേ ഈ ഫസ്റ്റ് കിട്ടിയ ടീം ഷോർട്ട് ഫിലിമിൽ പിന്മാറുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടി ഇവർ കാമുകി പ്രാർത്ഥിക്കുന്ന സീനൊക്കെ ഉണ്ട്. കാമുകിയായിട്ട് ഭയങ്കര ഇമോഷൻസ് ഉണ്ട്. അതിനൊക്കെ കാമുകിയോട് പറയുന്നുണ്ട്, ഇനി അതിൽ അച്ചീവായിട്ട് നീ എന്നെ ഇട്ട് പൊക്കോ എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇവള് പറയും, ഇനി ഇത് ഞാൻ തിരിച്ച് നിന്നോടാ പറയണമെന്നെങ്കിൽ. അങ്ങനെ ഈ ഓപ്പർച്യൂണിറ്റി ആ പോയിന്റിൽ ഇവൻ ചിന്തിക്കുകയാണ്. ഇവൻ പറയണത് എന്താ വെച്ചാൽ, നീ എന്നെ വിട്ട് പൊക്കോ, എനിക്ക് എവിടെ എത്താൻ പറ്റില്ല, കാരണം ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ. വീട്ടിലായാലും വീട്ടിൽ നിന്ന് ഡിഫൻസ് 200 വാങ്ങിച്ച് കഞ്ഞൂടി ജീവിക്കുന്നൊരു ക്യാരക്ടറാണ്. അങ്ങനെ ഇവൻ ആ കണ്ടന്റ് വെച്ച് ഡെവലപ്പ് ചെയ്യാണ് കഥ. ഒരു ശക്തനായൊരു ക്യാരക്ടർ ചെയ്യുന്ന ഇന്ദ്രൻസിനൊരു ക്യാരക്ടർ കൊടുക്കുകയാണ്. ആളെ ലൈഫ് ഈ പടത്തിൽ പാർട്ടാവുണ്ട്. ലവ് ആൻഡ് റിവെഞ്ച് ഒരു സംഭവം വെച്ച് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ ടോമി എന്നൊരു പടം ചെയ്യുന്നുണ്ട്. അതിൽ ടോമി എന്ന് അഭിനയിച്ച ചേട്ടനെ വേറെ പടങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നായികയായിട്ട് വരുന്ന പെൺകുട്ടിയുണ്ട്. ഒക്കെ കിഡുവാണ്. എടപ്പള്ളി കവലയിലെ ലവ് ആൻഡ് റിവെഞ്ച് സൂപ്പറാണ്. കാരണം കണ്ടന്റ് കൊടുക്കുന്ന ലവ് ആൻഡ് റിവെഞ്ച് ഇത് വെച്ച് ഡെവലപ്പ് ചെയ്യുന്നൊരു പാട്ടുണ്ട്. അതിൽ കുറേ സംഭവങ്ങളുണ്ട്. ക്ലൈമാക്സ് സീനൊക്കെ ബോഡി ഷെയ്മിങ് ഒക്കെ പറയുന്ന സീനുകളുണ്ട്. അതുപോലെ തന്നെ കളറ്, നീ കറുത്തതാണ് അതുകൊണ്ട് എൻ്റെ കൺസെപ്റ്റിലേക്ക് നീ എത്തില്ല, സെക്ച്വലി ആയാലും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞിനെ പോലും നിനക്ക് തരാൻ വേണ്ടി കുറേ സീനൊക്കെ ഉണ്ട്. അതിനൊരു മധുര പ്രതികാരം കൊടുക്കുന്നതാണ് ഈ പടം. സംഭവം സ്പോയിലറാണ്, കുറച്ച് പറഞ്ഞു പോയി, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ അത്ര എക്സൈറ്റഡ് ആയി. പാട്ട് വളരെ രസമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഒക്കെ ന്യൂ ഫേസാണ്. അവരൊക്കെ നന്നായി ചെയ്തിരിക്കുകയാണ്. ടെക്നിക്കലൊക്കെ അഴിഞ്ഞാടിയിട്ടുണ്ട്. പിന്നെ ഇന്ദ്രൻസിൻ്റെ പെർഫോമൻസ് എസ്പെഷ്യലി അത് കിഡുവായിട്ട് ചെയ്തു വെച്ചു. ഇന്ദ്രൻസ് വരെ നമുക്കറിയാം, ഏത് റോള് കൊടുത്താലും ആൾ കിഡുവാണ്. ഇല്ലേ റോണി കല്ലൂർ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഡയറക്ഷൻ. ചേട്ടാ നിങ്ങൾക്ക് നല്ല ഭാവിയുണ്ട്, ഇതുപോലെ നല്ല പടങ്ങൾ ചെയ്യണം. പടത്തിൽ സൂപ്പർ സ്റ്റാറുകൾ മറ്റു ഈ പടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഇൻഡസ്ട്രി ഹിറ്റായിരുന്നു, യാതൊരു സംശയമില്ല. ഇത് അഭിനയിച്ച ആളുകളുടെ പേര് ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്തപ്പോൾ IMDb കിട്ടി. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അത് ഗംഭീര. അവരുടെ പേര് പറഞ്ഞു പോയില്ല എന്നുണ്ടെങ്കിൽ അതൊരു വിഷമായി മാറും. കുറേ ഒക്കെ പുതുമുഖങ്ങളാണ്. ഇന്ദ്രൻസ്, ലാൽ, ചൈതന്യ പ്രകാശ്, റീന മരിയ, ഇത് അശ്വിൻ ജോസിൻ്റെ ക്യാരക്ടറിൻ്റെ കാമുകിയായിട്ട് വരുന്നത്. മിഥുൻ M. ദാസ്, ഹെന്ന റിജി കോശി, ഗ്രീഷ്മ നരേന്ദ്രൻ, ചൈതന്യ എന്നൊരു കുട്ടി ക്യാരക്ടർ, സുവർണ, അർച്ചന ഉണ്ണികൃഷ്ണൻ, അർജുൻ ഗോപാൽ, M. ദർശൻ, ആസ്റ്റിൻ അബ്രഹാം, ഇതൊക്കെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. പടം നിങ്ങൾ തിയേറ്ററിൽ കണ്ട് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു മൂവിയാണ്. കാരണം അത്ര നന്നായി ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്. സൂപ്പർ താരങ്ങളില്ലാത്തതുകൊണ്ട് ഈ പടം പരാജയമായത്. 25-ാം തീയതി ഇറങ്ങിയ പടമാണ്. ഇപ്പോഴും ഉണ്ട്, പടം കളിക്കുന്നുണ്ട് 1-2 ഷോയൊക്കെ ആയിട്ട്. പറ്റുമെങ്കിൽ ഈ പടം കാണാൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഇങ്ങനത്തെ പടങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമുക്ക് മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾ അത്യാവശ്യമാണ്, ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എനിക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടു. നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല, പക്ഷെ കിട്ടിയതോ അങ്ങേറ്റാണ്. ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. പടം കണ്ട ആളുകൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻസിൽ അറിയിക്കണം എനിക്ക്.